ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 19 ആണ്. നമ്മൾ ജാനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. വലിച്ചു നീട്ടാനില്ല, ക്ലാസ് ഉണ്ട് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജനുവരി മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജനുവരി മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് നോക്കാം കേട്ടോ. ജാനുവരി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്നം ജയന്തിയാണ് ജാനുവരി 2 ആചരിക്കുന്നത്. അപ്പോൾ എന്നാണ് മന്നം ജയന്തി ആചരിക്കുന്നത്? ജാനുവരി 2. അടുത്ത നോക്കാം. ജാനുവരി 4 ലോക ബ്രെയിലി ഡേ ആയിട്ടാണ് ജാനുവരി 4 നമ്മൾ ആചരിക്കുന്നത്. ലോക ബ്രെയിലി ഡേ. ഒരു അപകടത്തിൽ ലൂയിസ് ബ്രെയിലിയുടെ കണ്ണ് നഷ്ടപ്പെടുകയും അതിനുശേഷം സ്വന്തമായിട്ടൊരു ലിപി ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ലൂയിസ് ബ്രെയിലിയുടെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ് ജാനുവരി 4. അതുകൊണ്ടാണ് ജാനുവരി 4 നമ്മൾ ബ്രെയിലി ഡേ ആയിട്ട് ആചരിക്കുന്നത്. അടുത്ത് നോക്കാം. ജാനുവരി 9 ദേശീയ പ്രവാസി ദിനമാണ്. ജാനുവരി 9 ദേശീയ പ്രവാസി ദിനം എന്നാണ്? ജാനുവരി 9. നെക്സ്റ്റ് ജാനുവരി 10. ജാനുവരി 10 നമ്മൾ 2 കാര്യങ്ങൾ ആചരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ലോക ചിരി ദിനവും, അടുത്തത് ലോക ഹിന്ദി ദിനവും കേട്ടോ. ലോക ചിരി ദിനവും ജാനുവരി 10 തന്നെയാണ്. അതേപോലെ തന്നെ ലോക ഹിന്ദി ദിനവും ജാനുവരി 10. അടുത്ത് നോക്കാം. ജാനുവരി 12. ജാനുവരി 12 ദേശീയ യുവജന ദിനം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദേശീയ യുവജന ദിനം എന്നാണ്? ജാനുവരി 12. ജാനുവരി 12 വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ജാനുവരി 12 ദേശീയ യുവജന ദിനമാണ്. അടുത്ത് നോക്കാം. ജാനുവരി 15. ജാനുവരി 15 ആർമി ഡേ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ജാനുവരി 15 ആർമി ഡേ ആണ്. നെക്സ്റ്റ് നോക്കാം. ജാനുവരി 23. ജാനുവരി 23 ദേശ് പ്രേം ദിവസ് ആണ് കേട്ടോ. ദേശ് പ്രേം ദിവസ്. ജാനുവരി 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം. അതുകൊണ്ടാണ് നമ്മൾ ജാനുവരി 23 ദേശ് പ്രേം ദിവസമായിട്ട് ആചരിക്കുന്നത്. അടുത്ത് നോക്കാം. ജാനുവരി 24 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആണ്. ജാനുവരി 24 നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. ജാനുവരി 24 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. അടുത്ത് നോക്കാം. ജാനുവരി 25. ജാനുവരി 25 3 ഡേയ്സ് ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വോട്ടേഴ്സ് ഡേ, ഒന്ന് ടൂറിസം ഡേ, ഒന്ന് ഇൻ്റർനാഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി ഡേ. ഈ 3 ദിവസങ്ങൾ നമ്മൾ ജാനുവരി 25 ആചരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ജാനുവരി 25 എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ വോട്ടേഴ്സ് ഡേ കിട്ടി. പിന്നെ അതിന് ശേഷം നമ്മൾ ടൂറ് പോയി. അപ്പോൾ ടൂറിസം ഡേ. നമ്മൾ ഫ്ലൈറ്റിലേക്കാണ് പോകണമെന്നുള്ള രീതിയിൽ വിചാരിക്കുക കേട്ടോ ടൂർ. അപ്പോൾ അവിടെ എന്തായാലും കസ്റ്റംസ് ഉണ്ടാവും. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി ഡേയും കൂടെ ജാനുവരി 25 നമ്മൾ ആചരിക്കുന്നു. അപ്പോൾ ജാനുവരി 25 ഏതൊക്കെ ദിവസമാണ്? വോട്ടേഴ്സ് ഡേ, ടൂറിസം ഡേ, ഇൻ്റർനാഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി ഡേ. തെറ്റിക്കില്ലല്ലോ. അടുത്ത് നോക്കാം. ജാനുവരി 26 എല്ലാവർക്കും അറിയായിരിക്കും, റിപ്പബ്ലിക് ഡേ ആണ്. അടുത്തത് ജാനുവരി 27 വേൾഡ് ലെപ്രസി ഡേ. പല പ്രാവശ്യവും PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് ലെപ്രസി ഡേ എന്നാണ് ജാനുവരി 27. അടുത്ത് നോക്കാം. ജാനുവരി 28. ജാനുവരി 28 ഡാറ്റ പ്രൊട്ടക്ഷൻ ഡേ ആണ് കേട്ടോ. ജാനുവരി 28 ഡാറ്റ പ്രൊട്ടക്ഷൻ ഡേ. ജാനുവരി 29 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമാണ്. ജാനുവരി 29 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഡേ എന്നാണ് ജാനുവരി 29. ജാനുവരി 30 ഇമ്പോർട്ടൻ്റ് ആണ്. മാർട്ടിയേഴ്സ് ഡേ ആണ് കേട്ടോ. നമ്മുടെ ഗാന്ധിജി മരിച്ച ദിവസമാണ് ജാനുവരി 30 മാർട്ടിയേഴ്സ് ഡേ. അടുത്ത് നോക്കാം. അയോധ്യ വിധി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? ജ്ഞാനേഷ് കുമാർ. ഓക്കെ. അയോധ്യ വിധി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? ജ്ഞാനേഷ് കുമാറാണ്. നെക്സ്റ്റ് വൺ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാണ്? തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാണ്? തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് വൺ നോക്കാം. സെബിയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായതാരാണ്? ജി ബബിത റായിഡു. ജി ബബിത റായിഡു ആണ് സെബിയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത്. അടുത്ത് നോക്കാം. 2019 തകഴി പുരസ്കാരം നേടിയതാര്? ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. 2019 തകഴി പുരസ്കാരം നേടിയതാരാണ്? ശ്രീകുമാരൻ തമ്പി. അടുത്ത് നോക്കാം. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ബിപിൻ റാവത്ത്. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കേട്ടോ. ആരാണ്? ബിപിൻ റാവത്താണ്.
അടുത്ത് നോക്കാം, അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ ജനറൽ ആരാണ്? ഖാസിം സുലൈമാനി. അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ ജനറലാണ് കേട്ടോ. ഇറാൻ ജനറൽ ആരാണ്? ഖാസിം സുലൈമാനി. 77ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജോക്വിൻ ഫെനിക്സ് ആണ് കേട്ടോ. ജോക്വിൻ ഫെനിക്സ് ആണ് 77ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് ഫിലിമിനാണ്? ജോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണ് ജോക്വിൻ ഫിനിക്സിനെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ജോക്കർ എന്ന സിനിമയിലെ നായകനാണ് ജോക്വിൻ ഫിനിക്സ്. രണ്ടും ജോജോ. ഓക്കെ, അടുത്ത് നോക്കാം കേരളത്തിൽ ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് എന്ന് മുതലാണ്? 2020 ജാനുവരി 1 മുതൽ. ഓർത്തു വയ്ക്കുക കേട്ടോ. കേരളത്തിൽ ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് എന്ന് മുതലാണ്? 2020 ജാനുവരി 1 മുതലാണ്. അടുത്ത് നോക്കാം, രാജ്യത്തിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരമായി തുടർച്ചയായി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ ആണ്. രാജ്യത്തിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരമായി തുടർച്ചയായി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ ആണ്. റെയിൽവേയുടെ വിവിധ സേവനങ്ങൾക്കായി ഏർപ്പെടുത്തിയ പുതിയ നമ്പർ എത്രയാണ്? 139. ഓക്കെ, റെയിൽവേയുടെ വിവിധ സേവനങ്ങൾക്കായി ഏർപ്പെടുത്തിയ പുതിയ നമ്പർ എത്രയാണ്? 139. നെക്സ്റ്റ് നോക്കാം, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF അതിൻ്റെ പുതിയ പേരെന്താണ്? റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ് എന്നും കൂടി ഉണ്ട് കേട്ടോ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നെക്സ്റ്റ് നോക്കാം, മരടിലെ ഫ്ലാറ്റുകൾ പൊളിച്ച കമ്പനി ഏതാണ്? എഡിഫസ്. ഓക്കെ, മരടിലെ ഫ്ലാറ്റുകൾ പൊളിച്ച കമ്പനി ഏതാണ്? എഡിഫസ് ആണ്. ലോകത്തിലെ അതിവേഗം വളരുന്ന 10 നഗരങ്ങളിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരങ്ങളിൽ 1ാം സ്ഥാനമുള്ളത് ഏത് ജില്ലയാണ്? മലപ്പുറം ജില്ലയാണ് കേട്ടോ. ലോകത്തിലെ അതിവേഗം വളരുന്ന 10 നഗരങ്ങളിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരങ്ങളിൽ 1ാം സ്ഥാനമുള്ളത് മലപ്പുറം ജില്ലയാണ്. ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് നടത്തിയ സർവേയിലെ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് മലപ്പുറം ജില്ലയ്ക്ക് 1ാം സ്ഥാനം നൽകിയത്. ലോകത്തിൽ അതിവേഗം വളരുന്ന 10 നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് 3 നഗരം ഉൾപ്പെട്ടു. ഏതൊക്കെയാണ് ആ 3 നഗരങ്ങൾ? മലപ്പുറം, കോഴിക്കോട്, കൊല്ലം കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. 2020 ജാനുവരിയിൽ ടെലിവിഷൻ, ഇൻ്റർനെറ്റ് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 30. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 2020 ജാനുവരിയിൽ ടെലിവിഷൻ, ഇൻ്റർനെറ്റ് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 30. നെക്സ്റ്റ് നോക്കാം, ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് M. രാജേശ്വര റാവു ആണ് കേട്ടോ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് M. രാജേശ്വര റാവു. നെക്സ്റ്റ് നോക്കാം, റഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മൈക്കേൽ മിസ്ഹുസ്തിൻ ആണ് കേട്ടോ. റഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മൈക്കേൽ മിസ്ഹുസ്തിൻ. അടുത്ത് നോക്കാം, 18ാമത് മിസ് സൗത്ത് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് ഐശ്വര്യ സജു ആണ് കേട്ടോ. 18ാമത് മിസ് സൗത്ത് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് ഐശ്വര്യ സജു. 2020 മിസ് സൗത്ത് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് ഐശ്വര്യ സജു. നെക്സ്റ്റ് വൺ നോക്കാം, ബാബു നടകർണി ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ക്രിക്കറ്റാണ്. അടുത്തിടെ അന്തരിച്ച ഇദ്ദേഹത്തിൻ്റെ പേരിൽ തുടർച്ചയായി 21 മെയ്ഡൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയെന്ന റെക്കോർഡും കൂടിയുണ്ട്. ഓക്കെ, ഓർത്ത് വയ്ക്കാം, ബാബു നടകർണി ക്രിക്കറ്റ്. അടുത്ത് നോക്കാം, നിശാഗന്ധി പുരസ്കാരം 2020 ജേതാവ് ആരാണ്? നിശാഗന്ധി പുരസ്കാരം 2020 ജേതാവ് ആരാണ്? പ്രൊഫസർ CV ചന്ദ്രശേഖർ. ഓക്കെ, പ്രൊഫസർ CV ചന്ദ്രശേഖരനാണ് നിശാഗന്ധി പുരസ്കാരം 2020 കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം, നിശ എന്നൊക്കെ പറയുമ്പോൾ രാത്രിയല്ലേ, അപ്പോൾ രാത്രി ചന്ദ്രനെ കാണാം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. നിശാഗന്ധി പുരസ്കാരം 2020 ജേതാവ് ആരാണ്? പ്രൊഫസർ CV ചന്ദ്രശേഖർ. നെക്സ്റ്റ് നോക്കാം, ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളാണ് ഗംഗ വോൾഗ ഡയലോഗ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയും റഷ്യയുമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളാണ് ഗംഗ വോൾഗ ഡയലോഗ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയും റഷ്യയും. നെക്സ്റ്റ് നോക്കാം, ഗസ്നവി എന്നത് ഏത് രാജ്യത്തിൻ്റെ ബാലിസ്റ്റിക് മിസൈലാണ്? ഗസ്നവി പാകിസ്ഥാൻ്റെ ആണ് കേട്ടോ. പാകിസ്ഥാനിൻ്റെ ബാലിസ്റ്റിക് മിസൈലാണ് ഗസ്നവി.
അടുത്ത് നോക്കാം. ഔദ്യോഗിക കാര്യങ്ങൾ അറിയിക്കുവാനും ഉദ്യോഗസ്ഥർക്ക് ആശയവിനിമയത്തിനുമായി വാട്സാപ്പിന് പകരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാവുന്ന പുതിയ സംവിധാനം ഏതാണ്? ജിംസ്. ഓക്കെ, ഔദ്യോഗിക കാര്യങ്ങൾ അറിയിക്കുവാനും ഉദ്യോഗസ്ഥർക്ക് ആശയവിനിമയത്തിനുമായി വാട്സാപ്പിന് പകരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാവുന്ന പുതിയ സംവിധാനം ഏതാണ്? ജിംസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ജാനുവരി മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും കേട്ടോ എക്സാമിന്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നാളെ ജാനുവരി മാസത്തിലെ ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ബൈ.